നമ്മുടെ സ്ക്രീനിൽ ഇന്ത്യ സഖ്യത്തിൽ ഇടത് പാർട്ടികൾ നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതാണ്. അതൊരു തമാശ രീതിയിലല്ല. കാരണം ഒരു കാലഘട്ടത്തിൽ വലിയ സ്വാധീനം ബിഹാറിൽ ഉണ്ടായിരുന്നു. 15 സീറ്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. 11 സീറ്റ് CPI-ML, 2 സീറ്റ് CPI, 2 സീറ്റ് CPM. ഇതോടെ 33 സീറ്റ് മത്സരിക്കുന്നുണ്ട്. 15 സീറ്റ് ഉണ്ടായിരുന്നു. 33 സീറ്റിൽ മത്സരിക്കുന്ന ഇടതുപക്ഷം 1 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്തത്. എത്രത്തോളം ദയനീയമാണ്. ഇപ്പൊ 2 സീറ്റ് ആയിരിക്കുന്നു. അത് രണ്ടും CPI-ML-ന്റേതാണ്. CPM-നും CPI-ക്കും അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നുള്ള ഇടത് നേതാക്കളൊക്കെ അവിടെ പോയി വലിയ പ്രചരണമൊക്കെ നടത്തിയിരുന്നു. അവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഗൗതം, ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അവിടെ പോയില്ലല്ലോ. എങ്ങും പോകാറില്ല പ്രചരണത്തിന്. അല്ല, അത് വലിയ ചർച്ചയായിരുന്നു. ഇവിടുത്തെ ഇടത് ബുദ്ധിജീവികളൊക്കെ ഫേസ്ബുക്ക് ഹാൻഡിലുകളിൽ വലിയ ചർച്ചയ്ക്ക്, തുറന്ന സംവാദത്തിന് തുടക്കമിട്ടിരുന്നു. ഇത് എന്തിനായിരുന്നു ഇദ്ദേഹം പോകാൻ? രാവിലെ പാവം കോമ്രേഡ് MA ബേബിക്ക് വെറുതെ ആശ കൊടുത്തു. CPI 1, CPI-ML 1, CPM 0 ഇപ്പോഴും. അതെ, വലിയ തിരിച്ചടി അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഗ്ലോബൽ സ്കിൽ കേന്ദ്രങ്ങൾ, സെന്ററുകൾ സ്ഥാപിക്കുമെന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. തൊഴിലില്ലായ്മ പ്രശ്നം ഒരു വലിയ രീതിയിൽ തന്നെ പരിഹരിക്കാൻ ഇതിലൂടെ നിതീഷ് രാജിൽ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KG മുതൽ PG വരെ സൗജന്യ വിദ്യാഭ്യാസം. ഇതൊക്കെ ഒന്ന് മാത്രമല്ല ഇമ്പം നടപ്പാക്കുന്നതിലുണ്ടായിരുന്നു താളം. നടപ്പാക്കിയതിന്റെ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികൾ കൂടി ഈ ഘട്ടത്തിൽ ഡബിൾ എൻജിൻ സർക്കാർ എന്ന ചുമ്മാവാ. അതായത് പ്രത്യേകിച്ച് കർഷകരുമായി ബന്ധപ്പെട്ട കിസാൻ സമ്മാൻ നിധിയാണെങ്കിലും, നേരത്തെ നമ്മൾ ശൗചാലയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞതാണെങ്കിലും അതെല്ലാം അവിടെ വോട്ടായി മാറുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രിയുടെ റാലികളിൽ കണ്ടിട്ടുള്ള ജനക്കൂട്ടം അത് വോട്ടായി ബിഹാറിൽ മാറിയിരിക്കുകയാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. 156 സീറ്റിൽ NDA-യുടെ ലീഡ്. കോൺഗ്രസും RJD-യും അടങ്ങുന്ന ഇന്ത്യ സഖ്യം 75, മറ്റുള്ളവർ 9 എന്നുള്ളതാണ്. 2 ലക്ഷം രൂപ വരെയാണ് ചെറുകിട വ്യവസായം തുടങ്ങാൻ. ഇമ്മീഡിയറ്റ് പ്രോസസ്സിംഗ് ആണ്, അതിനൊരു താമസമൊന്നുമില്ല. അതായത് ഇപ്പൊ നമുക്ക് തുടങ്ങണം, വനിതകൾക്ക് ഒരു ചെറു സംരംഭം തുടങ്ങാൻ പോവുകയാണ്, പെട്ടെന്ന് തന്നെ ലോൺ സാങ്ഷൻ കൊടുക്കുകയാണ്. അപ്പം പണിയെടുത്തുണ്ടാക്കിയ വിജയമാണ്, വേർപ്പൊഴുക്കി ഉണ്ടാക്കിയ വിജയമാണ്. ഗ്രൗണ്ട് ലെവലിൽ സാധാരണക്കാർക്കൊപ്പം അതിന്റെ ലക്ഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടി 10 സീറ്റിലേക്ക് ലീഡ് നില എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അല്ല, അദ്ദേഹത്തിന് പ്രധാനമന്ത്രി എന്ന് പുള്ളി പറഞ്ഞത് ചുമ്മാതല്ല, ഹനുമാനാണ് എന്ന് ഞാൻ നരേന്ദ്ര ദാമോദർദാസ് മോദിജിയുടെ ഹനുമാനാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്നത്. 10 സീറ്റിലേക്ക് ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് അവരുടെ ലീഡ് ഉയർത്തുന്നു. ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ജിതൻ റാം മാഞ്ചി എന്ന ദളിത് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു. അതായത് 2005-നും ഈ 2025-നും ഇടയിൽ നിതീഷ് കുമാർ അല്ലാതെ ഒരാൾ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ടെങ്കിൽ അത് ജിതൻ റാം മാഞ്ചിയാണ്. ഇന്ന് കേന്ദ്ര മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കൂടിയ മന്ത്രിയാണ്. നല്ല വകുപ്പും കൈകാര്യം ചെയ്തു. അങ്ങനെ ഒരു പ്രത്യേക അതാ LJP 11-ലേക്ക് അവരുടെ ലീഡ് നില ഉയർത്തുമ്പോൾ ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച 2 സീറ്റാണ്. പക്ഷെ അവിടെ അവസരവാദത്തിന്റെ പ്രതീകമായിട്ടുള്ള ഉപേന്ദ്ര കുശ്വാഹ, ആ മുന്നണിയിലെ ബാക്കി എല്ലാ പാർട്ടികളും മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിക്ക് അവിടെ 1 സീറ്റിൽ പോലും ഒന്ന് നോക്കൂ. പതുക്കെ ശ്വാസം വീണ്ടെടുക്കുന്നു കോൺഗ്രസ്. ഒന്ന് ശ്രദ്ധിക്കൂ, പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കൂ. പതുക്കെ കോൺഗ്രസ് ഇതാ മുന്നേറുന്ന ഒരു കാഴ്ച കൂടി ഒന്ന് കാണാൻ സാധിക്കുന്നു. 11-12 സീറ്റുകളിലേക്ക് കോൺഗ്രസ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഈ നിമിഷം നമുക്ക് പറയാൻ സാധിക്കുന്നു. 12 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പതുക്കെ വരുന്നുണ്ട് RJD-യുടെ കരുത്തിൽ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കോൺഗ്രസ് LJP ഒപ്പത്തിന് പോകണം. ലോക് ജനശക്തി പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകളിൽ വിജയിച്ചു. അവർക്ക് കൊടുത്ത സീറ്റുകളിലെല്ലാം വിജയിച്ച ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഇപ്പോൾ 29 സീറ്റുകളിൽ മത്സരിക്കുന്നിടത്ത് 12 സീറ്റുകളിൽ ലീഡ് നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഇതായിരിക്കും ഇപ്പോൾ തേജസ്വി യാദവ് പറയാൻ പോകുന്ന രാഹുലിനാണ്, അത് കണ്ടുപിടിക്കും. VIP പാർട്ടിക്ക് 1 സീറ്റാണ് കേട്ടോ. അവിടെയും ഒരു തിരിച്ചടിയാണ്. ബഹസീൽ ഇൻസാൻ പാർട്ടി അവര് ഈ പറയുന്നത് പോലെ ഓരോ തെരഞ്ഞെടുപ്പിലും ഉപമുഖ്യമന്ത്രി ലീഡ് ചെയ്യുന്നില്ല. കോൺഗ്രസിന് കൊടുത്തിട്ടില്ല. മുകേഷ് സഹാനി ലീഡ് ചെയ്യുന്നില്ല സ്വന്തം മണ്ഡലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസിന് കൊടുത്തിട്ടില്ല. ഇല്ല, മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി മറ്റേ പുഴയെ ചാടിയപ്പോ കൂടെ ഉണ്ടായിരുന്ന ആൾ കൂടിയാ. പുള്ളി സ്വന്തം മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ബഹുസരായി എന്ന രാഹുൽ ഗാന്ധി മത്സ്യബന്ധനത്തിന്റെ അവിടെ ചാടിയ സ്ഥലത്തും കോൺഗ്രസ് പിന്നിലാണ്. അല്ല, ഇതിലൊരു ക്ലാസ് മറുപടി നമ്മുടെ പ്രധാന സേവകന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മത്സ്യബന്ധന മേഖലയൊക്കെ എത്ര പ്രധാനപ്പെട്ടതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ഗംഭീര മറുപടി ഉണ്ടായിരുന്നു. 154 എന്ന നിലയിലേക്ക് ലീഡ് നില എത്തുകയാണ് NDA-യുടേത്. 77 സീറ്റിലേക്ക് കൂപ്പുകുത്തുന്നു മഹാഗഡ്ബന്ധൻ. മറ്റുള്ളവർ 11 എന്ന നിലയിലാണ്. അതായത് ഇനി ഈ ട്രെൻഡ് മാറാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല.